ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. ഈ ഒരു വീഡിയോയിൽ ചന്തുമേനോൻ എഴുതിയിട്ടുള്ള ഇന്ദുലേഖ എന്ന മനോഹരമായൊരു നോവലിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ബുക്കിൽ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ദുലേഖ എന്നുള്ള നോവൽ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വർക്കാണ് നമ്മുടെ ഇന്ദുലേഖ. അപ്പോൾ അദ്ദേഹം ആ ഒരു വർക്കിലേക്ക് എങ്ങനെ എത്തി, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വർക്ക് എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം തുനിഞ്ഞത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വൈഫിന് ഇതേപോലെ നോവൽസൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതായത് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് നോവൽസൊക്കെ വായിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരത് ഒത്തിരി വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപാട് ഇംഗ്ലീഷ് നോവൽസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടായിട്ടുണ്ട് വൈഫിന് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേസമയം അദ്ദേഹത്തിന് തോന്നുകയാണ്, എന്തിനാണ് ഞാനിങ്ങനെ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്, ഞാൻ തന്നെ സ്വയം ഒരു നോവൽ അങ്ങോട്ട് എഴുതിയാൽ പോരാ. ഇംഗ്ലീഷ് നോവലിൻ്റെയൊക്കെ ആ ഒരു രീതിക്ക് ആ സമയത്ത് നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്ന നോവൽസ് എന്ന് പറയുന്നത് ആ ഒരു ഇംഗ്ലീഷ് നോവലുകളുടെ ആ ഒരു പശ്ചാത്തലം എല്ലാ ഒരു സെറ്റിങ്സും കാര്യങ്ങളും ആ ഒരു രീതിയെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അതുപോലത്തെ അതിൻ്റെയൊക്കെ ഒരു ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള നോവൽ ഞാൻ തന്നെ ഇങ്ങനെ എഴുതിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹത്തിന് നമ്മുടെ ഇന്ദുലേഖയിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ദുലേഖയും മാധവനുമാണ്. ഇന്ദുലേഖയുടെയും മാധവൻ്റെയും നായർ തറവാട്ടിലെ 2 അംഗങ്ങളാണ് ഇന്ദുലേഖ ആൻഡ് മാധവൻ. അവരുടെ രണ്ടുപേരുടെയും അതിമനോഹരമായൊരു പ്രണയത്തിൻ്റെ കഥയാണ് നമ്മുടെ ഇന്ദുലേഖ എന്നുള്ള നോവൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് കുറേ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു മെട്രിലീനിയൽ ഫാമിലി സിസ്റ്റം, അതായത് പഴയ നായർ കമ്മ്യൂണിറ്റിയിലൊക്കെ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം മെട്രിലീനി, അതായത് മരുമക്കത്തായം, അമ്മത്താവഴി, അതായത് വീട്ടിലെ പെൺമക്കൾക്ക് അല്ലെങ്കിൽ പെൺമക്കളുടെ മക്കൾക്കാണ് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇമ്പോർട്ടൻസ് കൂടുതലുണ്ടാവുക പെൺകുട്ടികളുടെ മക്കൾക്കാണ്. ആ ഒരു രീതിക്ക് അതേപോലെ തന്നെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കേസിൽ അച്ഛനേക്കാൾ കൂടുതൽ അവകാശം അമ്മയുടെ ആങ്ങളൊക്കെയാണ്, അതായത് അമ്മാവനാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മാവൻ്റെ എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ അമ്മാവൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ കൈമാറി വരുന്നത് ആരൊക്കെയാണ്? സ്വന്തം മക്കൾക്കായിരിക്കും, അല്ലെങ്കിൽ മരുമക്കൾക്കായിരിക്കും, പെങ്ങളുടെ മക്കൾക്കായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു വർക്കിനകത്ത്. അതേപോലെ തന്നെ സംബന്ധം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ട്. അതായത് ഈ ഒരു എന്താ പറയുക, മാരേജ് അല്ല, പക്ഷെ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിൽ ജീവിക്കുന്ന പോലത്തെ ഒന്നിച്ച് ജീവിക്കുകയും കുട്ടികളുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ലീഗലി ഒരു വിവാഹം എന്നുള്ളൊരു രീതിക്കൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയാണ് സംബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു നോവലിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എന്താണ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു സമ്മറി പോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. Indulekha, the eponymous heroine, who is an English-educated young woman skilled in English pastimes like embroidering, painting, and playing musical instruments, is in love with Madhavan, an educated and handsome young man in the family. ഇന്ദുലേഖ എന്ന് പറയുന്നത് എന്താണ്? അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള, അതേപോലെ തന്നെ ഇംഗ്ലീഷ് പാസ്റ്റൈംസ് ആയിട്ടുള്ള എംബ്രോയിഡറിങ്ങും പെയിൻറ്റിങ്ങും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യുവതിയായിരുന്നു. അവൾ ആരുമായി പ്രണയത്തിലാണ്? മാധവനുമായി പ്രണയത്തിലാണ്. അവൻ ആരായിരുന്നു? വളരെ അവളുടെ ഫാമിലിയിൽ തന്നെയുള്ള ആ ഒരു ഹാൻസം ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു യുവാവായിരുന്നു. The family knows and approves of their relationship. രണ്ടു ഫാമിലി, അതായത് രണ്ടും ഒരേ ഫാമിലി തന്നെയാണ്, അതേപോലെ തന്നെ റിലേഷൻ ഉള്ളവരാണ്, അതേപോലെ തന്നെ രണ്ടുപേരും വിദ്യാസമ്പന്നരാണ്, രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് എതിർക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് കുടുംബക്കാരും ആ ബന്ധം അംഗീകരിച്ചിരുന്നു. In the beginning of the novel, Madhavan is seen rebelling against the decision of Panju Menon, the head of the family, regarding the education of Shinnan, a young boy in the family. ഇപ്പോൾ ഈ നോവൽ തുടങ്ങുന്ന സമയത്ത് ആ ഒരു വീട്ടിൽ, ആ ഒരു തറവാടിലെ, നായർ തറവാടിലെ ഏറ്റവും മുതിർന്ന കാരണവരാണ് ആര്? പഞ്ചുമേനൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ഈ പഞ്ചുമേനൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മാധവൻ്റെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള മാധവൻ്റെ വല്യമ്മാവനാണ്. വല്യമ്മാവൻ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ അമ്മാവനാണ്. ഇയാളുടെ മാധവൻ്റെ ഡയറക്ടർ അമ്മാവൻ അമ്മയുടെയും അമ്മാവനാണ്. അപ്പോൾ അത്രയും തലമൂത്ത കാരണവരാണ് ഈ പഞ്ചുമേനൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അതേപോലെ തന്നെ ഈ പഞ്ചുമേനൻ്റെ ഒരു സഹോദരി സ്ഥാനീയായിട്ടുള്ള, എന്നാൽ ഡയറക്ടർ സഹോദരിയാണോ അല്ലേ നമുക്ക് പറയാൻ പറ്റില്ല, ആ രീതിക്കുള്ള വേറൊരു ക്യാരക്ടറിൻ്റെ മകനാണ് ഈ ഷിന്നൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ അവർക്ക് 3-4 മക്കളുണ്ട്. അതിനകത്ത് ഈ ഷിന്നൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നടക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പഞ്ചുമേനൻ പറയുന്നുണ്ട് ഷിന്നന് വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ മാധവൻ എന്താ ആഗ്രഹിക്കുന്നു? ഷിന്നനെ കൂടെ കൊണ്ടുപോയി പഠിപ്പിക്കണം, അവന് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു മാധവൻ. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ വല്യമ്മാവനും മരുമകനും, അതായത് മാധവനും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്.
In the matrilineal family system, the uncle wielded the power and the members of the family had to submit to his decisions. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന മെട്രിലിനിയൽ സിസ്റ്റത്തിൽ അമ്മാവന്റെ അധികാരം ആണ് ആ ഒരു മരുമക്കൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക്, അതായത് ആ വീട്ടിലെ സ്ത്രീകളുടെ അവകാശം, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സ്വത്തിലും കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഏതെങ്കിലും ഒരു പുരുഷൻ അവിടെ എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് കൈമാറുന്നത്? ആ പുരുഷന്റെ മക്കൾക്കല്ല, മറിച്ച് മരുമക്കൾക്കാണ്, സഹോദരിയുടെ മക്കൾക്കാണ്. Since Madhavan quarrels with his uncle Panjumenan, the uncle decides to marry Indulekha off to Surya Namboodirippada in a form of sambandham. അപ്പം അങ്ങനെ എന്തായാലും ഈ ഒരു ചിന്നന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് മാധവൻ ആരെ എതിർത്തു? കാരണവരായിട്ടുള്ള പഞ്ചുമേനനെ എതിർത്തു, വല്യമ്മാവനെ എതിർത്തു എന്നുള്ളൊരു കേസ് കൊണ്ട് വല്യമ്മാവൻ അവിടെ ഒരു അനിഷ്ടം സംഭവിക്കുകയും അപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനിക്കുകയാണ്? ശരി, ഇന്ദുലേഖയുടെ ഇവന്റും കല്യാണത്തിന് വെച്ചാൽ ഇന്ദുലേഖ എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാരണവരുടെ പഞ്ചുമേനന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അനന്തരവളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയും സ്നേഹമുള്ളവരാണ്. എന്നാലും ഇവൻ എന്നെ എതിർത്തല്ലോ, അതുകൊണ്ട് എന്നാ ഇനി ഇന്ദുലേഖനെ മാധവന് കെട്ടിച്ചു കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിൽ, എന്താ പറയാ, അവനായ എതിർത്തതിൻ്റെ, അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്തല്ലോ ചിന്നന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പഞ്ചുമേനൻ എത്തുകയാണ്. അതായത് എന്താണ് പറയുന്നത്? ഇനി ഒരിക്കലും ഇവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല, മാധവന് കെട്ടിച്ചു കൊടുക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? സൂര്യ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു ആൾക്ക്, വേറൊരാൾക്ക്, അതൊരു അത്യാവശ്യം അത്ര നല്ലൊരു ക്യാരക്ടറുള്ള ഒരാളൊന്നല്ല, എന്തായാലും അയാൾക്ക് എന്ത് ചെയ്തു കൊടുക്കുകയാണ്? ഇവളെ സംബന്ധം ചെയ്തു കൊടുക്കണം. നമ്മൾ സംബന്ധം എന്താണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ഒരു നിയമപ്രകാരമായിട്ടുള്ള വിവാഹമൊന്നുമില്ല, പക്ഷെ ഒന്നിച്ച് താമസിക്കുന്നു, അതേപോലെ അവർ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ രീതികളും, എല്ലാ ഒരു മാരേജ് എന്നുള്ള സംഭവത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സൂര്യ നമ്പൂതിരിപ്പാടിന് സംബന്ധം ചെയ്തു കൊടുക്കാം, എന്നാലും ഇന്ദുലേഖനെ മാധവന് കൊടുക്കില്ല എന്ന് പഞ്ചുമേനൻ അവിടെ ഡിസൈഡ് ചെയ്യാണ്. Complications arise which are ultimately solved, and the heroine and the hero are seen moving to Madras at the end of the novel, which also in a move out of a joint family into a nuclear one. അപ്പോൾ എന്തായാലും കുറെ പ്രശ്നങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടാവുമെന്ന് നമുക്ക് ആ നോവൽ വായിച്ചാൽ തന്നെയാണ് മനസ്സിലാവുള്ളൂ. ഫൈനലി ഇവർ ഒന്നിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ദുലേഖയും അതേപോലെ തന്നെ മാധവനും അവിടെ ഒന്നിക്കുകയാണ് ചെയ്യുന്നത് നോവലിന്റെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും. എന്നിട്ട് അവർ അവിടെ നിന്ന് മദ്രാസിലേക്ക് താമസം മാറുന്നുണ്ട്. ആ ഒരു ഇത്രയും കാലം ജീവിച്ച ആ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നും ഒരു അണുകുടുംബത്തിലേക്ക്, ന്യൂക്ലിയർ ഫാമിലിയിലേക്ക്, അവരുടേതായ ഒരു ലോകത്തിലേക്ക് മാറുന്ന ഒരു സീൻ, അവരുടെ പ്രണയം അവർ വളരെ കഷ്ടപ്പെട്ട് സാക്ഷാത്കരിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ആ ഒരു നോവലിന്റെ അവസാനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ജസ്റ്റ് ആ ഒരു കഥ എന്താണ്, ഇതിൽ ഏത് ഭാഗമാണ് ഇനി പറയുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയണമല്ലോ എന്തൊക്കെയാണ് അതിന്റെ മുന്നേ നടന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് ശേഷം നടക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഒരു പോർഷനാണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? അതായത് ഈ ഒരു ചിന്നന്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മാധവൻ വല്യമ്മാവനായിട്ട് കാരണവരായിട്ടുള്ള പഞ്ചുമേനനായിട്ട് ബഹളമൊക്കെ വെച്ച് പ്രശ്നമാക്കി ഉടക്കിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു നോവലിന് നമുക്ക് പഠിക്കാനുള്ള പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡയലോഗ് വരുന്നത് ചാത്തരമേനൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊക്കെയും ഇവന്റെ അമ്മാവന്മാരായിട്ട് വരുന്ന റിലേഷനിലുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ ചാത്തരമേനൻ, how on earth did you dare to speak so, Madhavan? No, you shouldn't have. You should have let him have his way. We don't have to yell to our elders and their authority. You spoke too rashly. അപ്പോൾ ചാത്തരമേനൻ പറയാണ്, എന്താണ് നീ എന്തിനാ ഇങ്ങനെയൊക്കെ? അതായത് മാധവൻ ഓൾറെഡി കാരണവരെ പഞ്ചമേനോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എതിർത്തിട്ടുണ്ടായിരുന്നു ചിന്നന്റെ വിദ്യാഭ്യാസം ആ ഒരു പേരിൽ. അപ്പോൾ ചാത്തരമേനൻ ചോദിക്കുകയാണ്, നീ എന്താണ് നിന്നെ അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ വേണ്ടി തോന്നിയത്? നമ്മൾ ഒരിക്കലും നമ്മുടെ മുതിർന്നവരെ എതിർക്കാൻ പാടില്ല, അവരുടെ തീരുമാനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടിയിരുന്നത്. നീ ഭയങ്കര റാഷ് ആയിട്ടാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചത്, ഒരിക്കലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത്രയും നമ്മുടെ കാരണവരല്ലേ, അത്രയും വയസ്സിൽ തലയ്ക്ക് മൂത്ത ഒരാളല്ലേ, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എന്തേ നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ചാത്തരമേനൻ. മാധവന്റെ മറുപടിയാണ്, I don't think I was rash. ഞാൻ അത്ര റാഷ് ആയിട്ട് സംസാരിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. Such foolishness should not be tolerated in anyone. അപ്പോൾ ഇതുപോലത്തെ എന്താ പറയുക കടുംപിടുത്തങ്ങൾ, ചിന്നനെ പഠിപ്പിക്കരുത് എന്നുള്ള ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങളൊന്നും എനിക്ക് എന്നെ കൊണ്ട് സഹിക്കാനായിട്ട് പറ്റില്ല. He needn't educate Chinnan if he doesn't want to. അദ്ദേഹത്തിന് ചിന്നനെ പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കണ്ട. ഐ എം ഗോയിങ് ടു ടേക്ക് ചിന്നൻ വിത്ത് മീ. പക്ഷെ ഞാൻ ചിന്നനെ എൻ്റെ കൂടെ കൊണ്ടുപോവാണ്. ഐ വിൽ ഗിവ് ഹിം ആൻ എഡ്യൂക്കേഷൻ. എന്നിട്ട് ഞാൻ അവനെ പഠിപ്പിച്ചോളാം. അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ പൈസ ചിലവാക്കി പഠിപ്പിക്കേണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. അപ്പോൾ കുമ്മിണിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ വരികയാണ്. കുമ്മിണിയമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാരണവരുടെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് സിസ്റ്ററിനെ പോലത്തെ ഒരു ബന്ധമുള്ള ഒരു ലേഡിയാണ്. ഈ കുമ്മിണിയമ്മയുടെ മകനാണ് ആര്? നമ്മുടെ ചിന്നൻ എന്ന് പറയുന്ന ക്യാരക്ടർ കേട്ടോ. കുമ്മിണിയമ്മയോട് വന്ന് പറയാണ്, നോ മൈ ഡിയർ, ചിന്നൻ ഇസ് നോട്ട് ഓൾഡ് എനഫ് ടു ലിവ് എവേ ഫ്രം മീ. അപ്പം മാധവൻ പറഞ്ഞല്ലോ ഞാൻ അവനെ കൊണ്ടുപോയിക്കോളാം എന്ന്. അപ്പോൾ കുമ്മിണിയമ്മ പറയാണ്, ഇല്ല, അവൻ അങ്ങനെ വിട്ടു നിൽക്കാനൊന്നും ആയിട്ടില്ല, അതിനുള്ള പ്രായമൊന്നും അവനായിട്ടില്ല. ടേക്ക് ചാത്തര ഓർ ഗോപാലൻ ആൻഡ് എഡ്യൂക്കേറ്റ് ദം ഇഫ് യു മസ്റ്റ്. ഈ ചാത്തര ഓർ ഗോപാലൻ എന്നൊക്കെ പറയുന്നത് ഈ കുമ്മിണിയമ്മയുടെ വേറെ മക്കളാണ് കേട്ടോ.
അപ്പോൾ പറയാണ് നിനക്ക് വേണമെങ്കിൽ ചാത്തരേനെയോ ഗോപാലിനെയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോക്കുള്ളൂ, പക്ഷേ ചിന്നന് അങ്ങനെ മാറി നിൽക്കാനുള്ള പ്രായമായിട്ടില്ല, എന്നെ വിട്ട് നിൽക്കാറായിട്ടില്ല. എനിവേദ കാരണവർ ഇസ് നോ ലോങ്ങർ പ്ലീസ്ഡ് വിത്ത് യു. എന്തായാലും കാരണവർക്ക് എന്തായാലും നിന്റെ അടുത്ത് ഇപ്പൊ തീരെ താല്പര്യമില്ല, അതായത് നിന്റെ അടുത്ത് ആ ഒരു തൃപ്തിയൊന്നും ഇല്ല, അതായത് നീ ഉടക്കിയല്ലോ, അപ്പൊ അതിന്റെ ദേഷ്യം അദ്ദേഹത്തിനുണ്ട്. ഹി മെ നെവർ ഹാവ് ലൈക്ക് ദാസ് മച്ച് ബട്ട് ഹി യൂസ്ഡ് ടു തിങ്ക് എ ഗ്രേറ്റ് ഡീൽ ഓഫ് യു. അദ്ദേഹത്തിന് ഓൾറെഡി ഞങ്ങളോട് വലിയ പിടുത്തമൊന്നുമില്ല, അതായത് കുമ്മിണിയമ്മയുടെ മക്കളോടും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ നിന്നെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു, ഭയങ്കര സ്നേഹവും കെയറും ഒക്കെ ഉണ്ടായിരുന്നു. മാധവൻ ട്രൂ, അതൊക്കെ ശരിയാണ്. ബട്ട് ഹൗ സ്ട്രേഞ്ച് ഇറ്റ് വുഡ് ബി ടു ടേക്ക് ചാത്തര ജ്യേഷ്ഠൻ ആൻഡ് ഗോപാലൻ അറ്റ് ദിസ് പോയിന്റ് ഇൻ ദെയർ ലൈഫ്സ് ആൻഡ് സഡൻലി ഗിവ് ദം ആൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. മാധവൻ പറയാണ്, കുമ്മിണിയമ്മ പറഞ്ഞതുപോലെ മറ്റേ മക്കളായിട്ടുള്ള ചാത്തരൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാധവനേക്കാൾ എൽഡറാണ്, മൂത്ത ആളാണ്. അപ്പം ചാത്തര ജ്യേഷ്ഠനെയും അതേപോലെ ഗോപാലിനെയൊക്കെ ഈ ഒരു പ്രായത്തിൽ അവർക്ക് ആ ഒരു കുട്ടിയൊന്നല്ല, പഠിക്കേണ്ട പ്രായമൊന്നുമല്ല, അപ്പോൾ ആ പ്രായത്തിലുള്ള അവരെ തന്നെ ഞാൻ എങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ചിന്നനാണെങ്കിൽ ചെറിയ കുട്ടിയാണ്, ഇവന്റെ അനിയനാണ്, മാധവന്റെ അനിയനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിന്നനെയല്ലേ ഞാൻ കൊണ്ടുപോകേണ്ട, അല്ലാണ്ട് പെട്ടെന്ന് അവരെ കൊണ്ടുപോയിട്ട് ഞാൻ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന രീതിക്ക് മാധവൻ ചോദിക്കുകയാണ്. As they stood talking, a servant arrived with the message that Madhavan had been summoned by his uncle Shankaramenan. Madhavan left immediately for his uncle's room. ഇപ്പോൾ ശങ്കരമേനൻ എന്ന് പറയുന്ന ക്യാരക്ടർ മാധവന്റെ ഡയറക്റ്റ് അങ്കിളാണ്. അപ്പോൾ മാധവന്റെ അടുത്ത് ആയ ഒരു സെർവന്റ് അവിടെ വരുന്നുണ്ട്, എന്നിട്ട് പറയണ നിങ്ങളുടെ അങ്കിളായിട്ടുള്ള ശങ്കരമേനൻ നിങ്ങളെ വിളിപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അങ്കിളിനെ കാണാൻ, അമ്മാവനെ കാണാൻ വേണ്ടി മാധവൻ അപ്പം തന്നെ പോവുകയാണ്. Before we proceed further with the story, it seems necessary to describe Madhavan and his situation in life. മാധവനെ കുറിച്ച് പറയാൻ പോവാണ്. About Madhavan's age, his relationship with Panchumenan and the examinations he has passed, we have already spoken in the preface. What remains to be said about him can be done briefly. അതായത് ഈ വർക്കിന്റെ പ്രിഫേസിൽ ഓൾറെഡി ഒറിജിനൽ വർക്കിന്റെ പ്രിഫേസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, മാധവന്റെ ഏജും റിലേഷൻഷിപ്പും പഞ്ചുമേനനായിട്ട് എന്താണ് റിലേഷൻ എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് യങ് ആണ്, അതേപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നു. അതേപോലെ തന്നെ പഞ്ചുമേനന്റെ ഇവന്റെ മാധവന്റെ അമ്മയുടെ അമ്മാവനാണ് പഞ്ചുമേനൻ എന്ന് പറയുന്നത്. അതുപോലെ മാധവൻ എന്ന് പറഞ്ഞ എല്ലാ എക്സാമുകളിലും എവിടെ പോയി കഴിഞ്ഞാലും എവിടെ കൈവച്ചാലും പൊന്നാണെന്ന് പറയില്ല, അതുപോലെ എല്ലാ എക്സാമുകളിലും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സാവുന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വാട്ട് റിമെയിൻസ് ടു ബി സെഡ് അബൌട്ട് ഹിം ക്യാൻ ബി ഡൺ ബ്രീഫ്ലി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് മാധവനെ കുറിച്ച് പറയാനുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. മാധവൻ വാസ് എ ബ്രില്യന്റ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറിലി ഗുഡ് ലുക്കിംഗ് യങ് മാൻ. വളരെ ബുദ്ധിമാനായിട്ടുള്ള, അത്രയും കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നു മാധവൻ. ഹിസ് പെർഫോമൻസ് ആൻഡ് ക്രെഡിറ്റ്സ് ദാറ്റ് ഹി അക്വയർഡ് ഇൻ ഡ്യൂ കോഴ്സ് ഫ്രം ദ ടൈം ഹി ബിഗാൻ ടു ലേൺ ഇംഗ്ലീഷ് ടിൽ ഹിസ് BL ഡിഗ്രി ഫുള്ളി റിവീൽഡ് ഹിസ് എക്സ്ട്രീം ഇന്റലിജൻസ്. അദ്ദേഹം ലോയിലാണ് ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടായിരുന്ന ആ ഒരു അംഗീകാരങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ള മാർക്കുകൾ, കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടാൽ തന്നെ എന്താ പറയുക, അത്രയും എക്സ്ട്രീംലി ഇന്റലിജന്റ് ആണ് നമ്മുടെ മാധവൻ എന്നുള്ള കാര്യം. നോട്ട് വൺ എക്സാമിനേഷൻ ഹാഡ് ഹി ഫെയിൽ ടു ക്ലിയർ ഇൻ ദ വെരി ഫസ്റ്റ് അറ്റംപ്റ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാത്ത ഒരു എക്സാമുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ്. അതായത് ഫസ്റ്റ് എഴുതിയ തന്നെ ഏത് എക്സാം ആണെങ്കിലും അദ്ദേഹം പാസ്സാവുമായിരുന്നു. He had passed both FA and BA in first class. അപ്പോൾ ഫൈൻ ആർട്സ് ആണെന്നുണ്ടെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും എല്ലാം അവൻ ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായിരുന്നത്. വിത്ത് സാൻസ്ക്രിറ്റ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആയിരുന്നു. ഡ്യൂറിംഗ് ഹിസ് BA കോഴ്സ് മാധവൻ ഡെവലപ്ഡ് ഇൻടു എ ഫസ്റ്റ് റേറ്റ് സാൻസ്ക്രിറ്റ് സ്കോളർ. In the BL, he stood first among those who passed with first class. ഫസ്റ്റ് ക്ലാസ്സിലും ഫസ്റ്റ് ആയിട്ടായിരുന്നു അവൻ പാസ്സായിട്ടുണ്ടായിരുന്നത്. In addition, he won prizes in various competitions at school and had received several awards and scholarships for higher studies. ഒരുപാട് സ്കോളർഷിപ്പുകളും അവാർഡ്സും പങ്കെടുത്ത കോമ്പറ്റീഷൻസിലൊക്കെ പ്രൈസസും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു യുവാവായിരുന്നു അത്. As for Madhavan's school teachers, every one of them was convinced that there had never been a student more accomplished than he. അപ്പോൾ അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ പറയുന്നത് ഇവനേക്കാൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള വേറെ സ്റ്റുഡൻറ്റ് നമുക്കിനി കിട്ടാനില്ല, അത്രയും ബെസ്റ്റാണ് മാധവൻ എന്ന് എല്ലാവരുടെയും ഒരുപോലെ അഭിപ്രായമായിരുന്നു. Anyone who made Madhavan's acquaintance would be convinced that his physique had been specially cast to house his extraordinary intelligence. അപ്പോൾ അവനെ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും എന്ത്, അവൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജൻസ് അനുസരിച്ച് അതിനു വേണ്ടി നിർമ്മിച്ച പോലത്തെ ഒരു ശരീരഘടനയായിരുന്നു അവൻ. അതായത് അവൻ്റെ ബുദ്ധിയും എന്താണ് എക്സ്ട്രാ ഓർഡിനറിയാണ്, അതേപോലെ തന്നെ അവൻ്റെ ശരീരഘടനയും എന്താണ് എക്സ്ട്രാ ഓർഡിനറി, അത്രയും ഭംഗിയുള്ളതായിരുന്നു. Convention decrees it unnecessary that the delineation of a man's quality encompasses a discussion of the beauty of his physique. പൊതുവെ നമ്മുടെ രീതി അനുസരിച്ചിട്ട് ഒരാളുടെ ഭംഗി വെച്ചിട്ടല്ലല്ലോ അയാളുടെ ഇന്റലിജൻസ് അളക്കുക. എന്നാലും ഇയാളുടെ മാധവന്റെ കേസ് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ അത്രയും എന്താ പറയുക, അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. It is enough to speak about his wit, intelligence, learning, courage and courtesy. ഒരാളെ നല്ലവനാണോ ചീത്തയാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അയാളുടെ ലേണിങ്ങും കറേജും കേർട്ടസിയും ഒക്കെ നോക്കിയിട്ടാണ്, അല്ലാണ്ട് ശരീരഘടന നോക്കിയിട്ടല്ല എന്നൊരു രീതിയൊക്കെ നമുക്കുണ്ട്. Yet
I fear that if I were not to say even a couple of words here about Madhavan's physical magnetism, someday or other my readers would regard it a defect in the narrative. അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ബുദ്ധിയും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ട, ശരീരഭംഗിയല്ല നോക്കേണ്ടതെന്നുണ്ടെങ്കിലും എന്താണ്, ഞാനിപ്പോൾ അത് അയാളുടെ ആ ഒരു ശരീരഘടനയെക്കുറിച്ച് ശരീരഭംഗിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ റീഡേഴ്സ് എന്ത് ചെയ്യും, അതൊരു മോശം അല്ലെങ്കിൽ എൻ്റെ ഒരു നറേറ്റീവിൻ്റെ ഒരു മോശമായിട്ട് അല്ലെങ്കിൽ ഡിഫക്റ്റായിട്ട് ഒരു കുറവായിട്ട് കാണാനുള്ള സാധ്യത. കാരണം അത്രയും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ശരീരഘടനയാണ് മാധവനുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Therefore I gather together the essential. അപ്പോൾ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. His body was a color of pure gold. നല്ല ശുദ്ധമായ സ്വർണത്തിന്റെ നിറമായിരുന്നു അവന്റെ ശരീരത്തിന്. It had the beauty of a youth nurtured in the rites of daily exercise. It was irresistible. ഡെയിലി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്താണ് ബിൽഡ് ചെയ്തെടുത്തൊരു ബോഡി പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ബ്യൂട്ടി ഉള്ള ഒരു ശരീരമായിരുന്നു അവൻ്റേത്. What could be seen of Madhavan's limbs and chest was neither too stocky nor too lean and seemed cast in coppery gold. അപ്പോൾ അവൻ്റെ കൈകാലുകളും ശരീരവും നെഞ്ചുഭാഗമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് സ്ലിമ്മും അല്ല എന്നാൽ വല്ലാണ്ട് തടിച്ചിട്ടും അല്ല, പക്ഷെ അതേസമയം ഒരു കോപ്പറി ഗോൾഡിന്റെ നിറത്തിലായിരുന്നു അവൻ്റെ ദേഹം. As for his height, it was more than average. ഉയരം എന്ന് പറയുമ്പോൾ ആവറേജിനേക്കാൾ കൂടുതലാണ്. His cascading angle length kuduma was measure enough for his body. കുടുമ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, മുടി ഇങ്ങനെ കെട്ടിവെക്കുന്ന പഴയ കാലത്ത് ആളുകളുടെ ഇത് കണ്ടിട്ടില്ലേ, അപ്പോൾ അതിനാണ് കുടുമ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, കസ്കേഡി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന തരത്തിൽ എന്ന് പറയുന്നത് അത്രയും ഒരു ഫ്ലോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോയിങ് ലുക്കിലുള്ള ആ ഒരു കുടുംബേനെ മുടി ഇങ്ങനെ അഴിച്ചിങ്ങനെ ഇട്ടിരിക്കുന്ന രീതിയിലാണ് പറയണത്. അപ്പം ആ മുടി എന്താണ്, ആംഗിൾ വരെ നീണ്ടു കിടക്കുന്നുണ്ട്. അയാളുടെ ഒറിജിനൽ ശരീരത്തിന്റെ ലെങ്ത് എന്താണ് എന്ന് നമുക്ക് കുടുംബ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാം. Madhavan's glowing face, the beauty of the different parts of his body, their individual and mutual proportion and harmony, the manly charm of his figure and face can only be termed as amazing. അപ്പം അവൻ്റെ മുഖം നോക്കിയാലും ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു ഹാർമണി, ആ ഒരു എന്താ പറയുക പ്രപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് അമേസിങ് എന്ന് മാത്രമേ പറയാൻ പറ്റില്ല. അത്രയും ഭംഗിയാണ് അയാളെ കാണാൻ. No European who made Madhavan's acquaintance could help but be charmed by his appearance, and all of them quickly became his friends. ഏത് യൂറോപ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വരെ എന്താണ് ഇയാളോട് സംസാരിച്ച ഉടനെ തന്നെ കമ്പനി ആവാൻ സാധിക്കാൻ, അവർക്ക് ആ ഒരു വേറൊരാളാണ് അല്ലെങ്കിൽ വേറെ നാട്ടുകാരാണെന്നൊരു ഫീലിംഗ് വരില്ല. അത്രയും എല്ലാം കൊണ്ടും എല്ലാവരിലേക്കും ഇണങ്ങി ചേരുന്ന രീതിയിലുള്ളൊരു സ്വഭാവമായിരുന്നു അയാളുടേത്. Madhavan realized what an advantage it was at the very bloom of youth for people to consider his person and name to be great worth. മാധവൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, ഈ ഒരു ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാവരും വിലമതിക്കുന്ന രീതിയിലുള്ളൊരു പേരും ഒരു രൂപവും ഒക്കെ കിട്ടിയത് എന്തൊരു ഭാഗ്യമാണെന്ന് മാധവൻ എപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു. Between the age of around 18 and the time they marry and set up a household, young men are unfortunately prone to unethical behavior. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ളവർ ഒന്നുകിൽ എന്തായിട്ടുണ്ടാവും, കല്യാണം കഴിച്ച് അങ്ങനെ സെറ്റിൽ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഎത്തിക്കലായിട്ടുള്ള മോശമായ രീതിയിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ബിഹേവിയറൊക്കെ ആയിട്ട് നടക്കുന്നവരായിരിക്കാം. അങ്ങനത്തെയൊക്കെ ടൈപ്പ് കാറ്റഗറിയിലുള്ള ആളുകൾ ആ ഒരു പ്രായത്തിൽ കാണാം. Either as a result of careful reflection or due to his natural intelligence, Madhavan, let me assure you, did not indulge in anything of the kind. പക്ഷെ മാധവൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും പെട്ടിട്ടില്ല. As a result, at maturity, his natural glow, his intelligence and virility were a joy to be behold. അപ്പം എന്തായാലും ആകെ കൂടി അവരിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു നാച്ചുറൽ ഗ്ലോയും ആ ഒരു ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. അല്ലാതെ മോശമായിട്ട് റിലേഷനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളിലും പെടാത്തൊരു യുവാവായിരുന്നു നമ്മുടെ മാധവൻ. Surely, I do not need to reiterate that Madhavan used the English language with remarkable dexterity. അപ്പം അവൻ ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്രയും മാസ്റ്ററി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എന്താ പറയുക അത്രയും നന്നായിട്ട് അവന് വഴങ്ങുന്ന ഒരു കാര്യമായിരുന്നു. He also excelled at English games like lawn tennis and cricket. ഇംഗ്ലീഷ് ഗെയിംസ് ആയിട്ട് ലോൺ ടെന്നീസും ക്രിക്കറ്റൊക്കെ അവൻ നന്നായിട്ട് അറിയായിരുന്നു. At a very young age, Madhavan had tried his hand at hunting, a taste he had acquired from his father. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ അച്ഛന് ഹണ്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ഹണ്ടിങ്ങിൽ അവനും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഗോവിന്ദ പണിക്കർ was crazy about hunting and Madhavan's interest in this sport was deep. ഗോവിന്ദ പണിക്കർ എന്ന് പറഞ്ഞ അവൻ്റെ അച്ഛനാണ്. അച്ഛൻ ഇതേപോലെ തന്നെ ഹണ്ടിങ്ങിൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ ഒരു താല്പര്യമാണ് അവനും അവൻ്റെ ഉള്ളിലും ഉള്ളത്. 2 or 3 excellent rifles, a couple of pistols, അവൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. 2 or 3 excellent rifles ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് പിസ്റ്റൾസ് ഉണ്ട്, അതേപോലെ റിവോൾവർ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേരിയസ് ആയിട്ടുള്ള എക്വിപ്മെന്റ്സ് ഉണ്ട്. ഓൾവേസ് ഫൗണ്ട് പ്ലേസ് ഇൻ ഹിസ് കിറ്റ്. ഇതൊക്കെ അവൻ്റെ ആ ഒരു കിറ്റിൽ എപ്പോഴും കരുതിയിട്ടുണ്ടാവും. ഹണ്ടിങ് വാസ് മാധവൻസ് ചീഫ് എന്റർടൈൻമെന്റ് ടിൽ ഹിസ് ഇൻട്രസ്റ്റ് ഫൈനലി ഫൗണ്ട് അനദർ ഡയറക്ഷൻ. അവൻ്റെ ആ ഒരു താല്പര്യം മറ്റൊരു ദിശയിലേക്ക് തിരിയുന്നത് വരേക്കും അവൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു, ഹണ്ടിങ് ആയിരുന്നു.
When his uncle sent a servant summoning him, Madhavan went in and stood before him. ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ തിരിച്ച കഥയിലേക്ക് തന്നെ എത്തുകയാണ്. അമ്മാവൻ വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് അവൻ പോവുകയാണ്, അവിടെ എത്തിക്കഴിയും. ഈ അമ്മാവൻ്റെ ഡയലോഗാണ് ശങ്കരമേനോൻ. ശങ്കരമേനോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധവൻ്റെ അങ്കിളാണ്, അമ്മയുടെ ആങ്ങളെയാണ്. വാട്ട് ഈസ് ഓൾ ദിസ് ഹൈ ഡ്രാമ അബൌട്ട് മാധവൻ? ഇപ്പം എന്ത് നാടകമാണ് നീ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ദ കാരണവർ ഇസ് സച്ച് എ സീനിയർ പേഴ്സൺ, ഹൗ കുഡ് യു ഹാവ് സ്പോക്കൺ സോ ഡിസ്റെസ്പെക്ട്ഫുള്ളി ടു ഹിം? അപ്പോൾ കാരണവർ എന്ന് പറഞ്ഞാൽ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിനെ പോലെ ആളോട് എങ്ങനെ നിനക്കിങ്ങനെ യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ സാധിച്ചു? This is a fruit of the English education he equipped you with, and to think of the vast sums of money he has spent on you. ഇതാണോ അദ്ദേഹം നിനക്ക് തന്നിട്ടുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ റിസൾട്ട് ആയിട്ടുണ്ടായത്? അദ്ദേഹത്തിനെ തന്നെ എന്താ പറയുക, ഒരു റെസ്പെക്റ്റും ഇല്ലാതെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം കുറേ പൈസയും ചിലവാക്കി നിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തരാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വിട്ടത് എന്നുള്ള രീതിക്ക് അവനെ ബ്ലെയിം ചെയ്യാണ്. മാധവൻ, ഇറ്റ് ഈസ് ട്രൂലി അവർ മിസ്ഫോർച്യൂൺ ദാറ്റ് യു ടു ഹോൾഡ് ദ സെയിം ഒപ്പീനിയൻ. മാധവൻ പറയുന്നത് നിങ്ങളും അമ്മാവനും ഇതേ ഒപ്പീനിയൻ, എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചു എന്നുള്ള ഇതിൽ പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. When I discuss serious issues, I am never so much in awe of anyone that I cannot speak. I just can't bear this sort of injustice. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. ഇത്തരത്തിലുള്ള ഇൻജസ്റ്റിസുകളൊന്നും എനിക്ക് എവിടെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. I have never required that വല്യമ്മാവൻ spent even a single coin that he has earned from his own toils. അപ്പം പറയാണ്, എന്നെ പഠിപ്പിച്ചത് ശരിയാണ്, വല്യമ്മാവനാണ് പഠിപ്പിച്ചത്, പക്ഷേ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിൽ നിന്ന് എടുത്തിട്ടൊന്നല്ല എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഐ ഹാവ് ഓൺലി സെഡ് ദാറ്റ് ദ മണി ലെഫ്റ്റ് ഇൻ ഹിസ് ഹാൻഡ്സ് ബൈ അവർ ആൻസസ്റ്റേഴ്സ് ഫോർ അവർ പ്രോസ്പെറിറ്റി ആൻഡ് ബെറ്റർമെന്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ അവർ വെൽ ബീയിങ്. അപ്പം പറയും, ഞാൻ പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, പഴയ തലമുറക്കാർ ആൻസസ്റ്റേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഒരു സമ്പത്തും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക എല്ലാ തരത്തിലുള്ള ഒരു പ്രോസ്പെറിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ച പണത്തിൽ നിന്നാണ് എന്നെ പഠിപ്പിക്കാൻ ചിലവാക്കിയിട്ടുള്ളത്. ആ പണം തന്നെയാണ് ഷിന്നിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കേണ്ട കാര്യമുള്ളൂ. കുമ്മണി അമ്മ ആൻഡ് ഹർ ചിൽഡ്രൻ ആർ നോട്ട് സെർവൻസ് ഇൻ ദിസ് ഹൗസ് ഹോൾഡ്. കുമ്മണി അമ്മമാരുടെ മക്കളും, അതായത് നമ്മുടെ ഷിന്നന്റെ അമ്മയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, അവരുമാരുടെ മക്കളൊന്നും ഇവിടുത്തെ ജോലിക്കാരൊന്നുമല്ല. വൈ ഹാവ് ദേ ബീൻ കാസ്റ്റ് അസൈഡ് സോ ഹാർട്ട്ലെസ്? എന്തിനാണ് അവരിങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ളത്? ഹി ഡിഡ് നോട്ട് പ്രൊവൈഡ് എയ്തർ ഓഫ് ഹർ സൺസ് വിത്ത് ദ ഡിസിപ്ലിൻ ഓഫ് ആൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. He paid no attention to കല്യാണിക്കുട്ടി's education. His actions are indeed cruel. അപ്പം എന്താണ്, ആ ഒരു മക്കൾക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവരുടെ മക്കൾക്കൊന്നും ആ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ അവരുടെ മകളാണ് കേട്ടോ, 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഈ കുമ്മണി അമ്മയ്ക്കുള്ളത്. അപ്പം കല്യാണിക്കുട്ടിയും അവരുടെ മകളാണ്. കല്യാണിക്കുട്ടിയുടെ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്രൂവലായിട്ടാണ് തോന്നുന്നത്. എന്നെ പഠിപ്പിച്ചു, അതൊക്കെ ശരിയാണ്, പക്ഷെ എന്തുകൊണ്ട് ഈ കുടുംബത്തെ തന്നെയുള്ള അവരുടെ മക്കൾക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നില്ല? Can such atrocities be justified? അതൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? And now it seems as though he is going to rise our little Shinnan much as he would a young bull. I cannot let this happen. I will take him along with me and make sure he gets a proper education. അപ്പം അതുപോലെ തന്നെ ഷിന്നനെയും ഇതേപോലെ ഒന്നിനും കൊള്ളാത്തവനാക്കിയിട്ട് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവനെ കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയാണ് ശങ്കരമേനോൻ. Education. It is incredibly that you speak in these terms. What means do you have that can provide him with an education? ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് എഡ്യൂക്കേഷൻ കൊണ്ട് നീ അവനെ നേടിക്കൊടുക്കാൻ പോകുന്നത്? യുവർ മന്ത്ലി അലവൻസസ് മേ ആർ as 50 rupees. What will you educate with this? അപ്പം എന്താണ്, നിനക്ക് ആകെ കിട്ടുന്ന പണം എത്രയാണ്? മാസത്തിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 50 രൂപയാണ്. അത് വെച്ച് നീ ഇവനെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ്? ഇഫ് യു ഇൻവോക്ക് ദ കാരണവേഴ്സ് ഡിസ്പ്ലഷർ, ദ റിസൾട്ട്സ് ക്യാൻ ബി ഡിസാസ്ട്രസ്. Go and fall at his feet this very moment. അപ്പം അദ്ദേഹം പറയാണ്, നീ ഇതുപോലെ കാരണവരെ എതിർത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അതൃപ്തിക്ക് അല്ലെങ്കിൽ അസംതൃപ്തിക്കൊക്കെ പാത്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും, വളരെ ഡിസാസ്ട്രസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു അപകടം വരാൻ പോകുന്ന രീതിക്കുള്ള ഒരു റിസൾട്ടാണ് നിനക്ക് ഉണ്ടാവാൻ പോകുന്നത്. പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയുക എന്ന് പറയണം. അപ്പം ആ ഒരു സെന്റൻസ്, അതായത് ഇഫ് യു ഇൻവോക്ക് ദ കാരണവേഴ്സ് ഡിസ്പ്ലഷർ ദ റിസൾട്ട്സ് ക്യാൻ ബി ഡിസാസ്ട്രസ്, അത്രയും പ്രശ്നമുള്ള ഒരു റിസൾട്ട് നിനക്ക് വരും എന്ന് പറഞ്ഞ സമയത്ത് ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്, ആ സെന്റൻസിനെ കുറിച്ച്. ദ മിനിറ്റ് മാധവൻ ഹേർഡ് ഹിസ് അങ്കിൾ സേ ഇഫ് യു ഇൻവോക്ക് ദ കാരണവേഴ്സ് ഡിസ്പ്ലഷർ ദ റിസൾട്ട്സ് ക്യാൻ ബി ഡിസാസ്ട്രസ്, അങ്ങനെ അങ്കിൾ പറഞ്ഞപ്പോൾ അവൻ എന്താ ഓർമ്മ വരുന്നത്? ഇറ്റ് വാസ് ഇന്ദുലേഖ. ഹി തോട്ട് ഓഫ് ആൻഡ് ഹിസ് ഫീലിംഗ്സ് ഫൗണ്ട് എക്സ്പ്രഷൻ ഇൻ ഹിസ് demeanor. However, he controlled himself instantly, pacing gently up and down the room. He replied with a smile. അത് പറഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലാവാണ് എന്തായിരിക്കും ആ ഡിസാസ്ട്രസ് ആയിട്ട് റിസൾട്ട്. ഇന്ദുലേഖയായിരിക്കും. ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദുലേഖ അവന് കൊടുക്കില്ല എന്നുള്ള രീതിക്ക് ചിലപ്പോൾ എത്തിയേക്കാം എന്നുള്ള ചിന്ത അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യണം അവൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ അവനൊന്നും ആ റിയാക്ഷൻ ഒന്നും കാണിക്കാണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ അവനോട് നിൽക്കുകയാണ്. ഡിസ്പ്ലഷർ.
If I make a statement that is just, why should it annoy him? I am not afraid of his anger when it is unreasonable. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ കാര്യമാക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഡിസ്പ്ലഷർ ഉണ്ടാക്കുക, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? വളരെ ജസ്റ്റിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഫെയർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കും, എങ്ങനെ അദ്ദേഹത്തിനെ അനോയ് ചെയ്യുന്ന രീതിയിലതാവും, പിന്നെ അതെങ്ങനെയാണ് ഡിസ്പ്ലഷർ ആയിട്ട് മാറുക? ഞാൻ അതിനു വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിക്ക് മാധവൻ പറയാണ്. ശങ്കരമേനോൻ, വാട്ട് ഇൻസോളൻസ്, അപ്പൊ എത്ര റൂഡായിട്ടാണ് നീ സംസാരിക്കുന്നതെന്നാ പറയണം. മാധവൻ, ഇൻസോളൻസ്, ഐ ഹാർഡ്ലി നോ വാട്ട് ദ വേർഡ് മീൻസ്. ഇൻസോളൻസ്, റൂഡായിട്ടോ? എനിക്കത് ആ വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല, കാരണം അയാൾ ആരോടും അങ്ങനെ റൂഡായിട്ട് സംസാരിക്കാത്ത ഒരാളാണ്. ശങ്കരമേനോൻ, that ignorance seems to be the whole problem. You may have studied a little English, Appu, and become smart, but that is no reason why you should forget our customs, traditions and ways of life. Tell me, child, have you had lunch? അപ്പോൾ പറയുന്നത് സംഭവം ശരിയാണ്, നീ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മുടെ രീതികളും ആചാരങ്ങളും നമ്മുടെ എന്താ പറയുക കസ്റ്റംസും ഒന്നും നീ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്കിനെ വിട്ടിട്ട് അമ്മ പറയണം, നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. മാധവൻ, നോ, ഐ ഫെൽറ്റ് വെരി അപ്സെറ്റ്. മദർ ബ്രോട്ട് മീ സം പാൽക്കഞ്ഞി. Just then, പാർവതി അമ്മ arrived with a little bit of പാൽക്കഞ്ഞി in a silver dish. പാർവതി അമ്മ എന്ന് പറയുന്നത് മാധവന്റെ അമ്മയാണ്. അപ്പോഴേക്ക് അമ്മ അവന് ഒരു സിൽവർ പാത്രത്തിൽ എന്തുകൊണ്ടുവരും കുറച്ച് പാൽക്കഞ്ഞി കൊണ്ടുവരികയാണ്. ശങ്കരമേനോൻ, പാർവതി, ഡിഡ് യു ഹിയർ എവറിത്തിങ് ദാറ്റ് കുട്ടൻ സെഡ്? ശങ്കരമേനോൻ ചോദിക്കുകയാണ്, നീ വല്ലതും കേൾക്കുന്നുണ്ടോ, നിന്റെ മകൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അറിയുന്നുണ്ടോ എന്ന് പാർവതി അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ മാധവന്റെ അമ്മ പറയാണ്, യെസ് ഐ ഡിഡ് സൗണ്ട് ഗുഡ് ടു മീ. അപ്പോൾ അമ്മ പറയണ, ഞാൻ കേട്ടു, അതൊന്നും നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. മാധവൻ, let me have the palkani. Standing where he was, Madhavan gulped down 2 mouthfuls and turned to her, smiling. ഞാൻ ഇതൊന്ന് കുടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് 2 വായ കഞ്ഞി കുടിച്ചിട്ട് അമ്മയെ നോക്കിയിട്ടും ചിരിക്കുകയാണ്. മാധവൻ, സോ ആർ യു ഡിസ്പ്ലീസ് വിത്ത് മീ ടു മദർ? അപ്പോൾ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുകയാണ്. പാർവതി അമ്മ, ഓഫ് കോഴ്സ്, വൈ ഡൗട്ട് ഇറ്റ്? എനിത്തിങ് ദാറ്റ് ഓഫൻസ് മൈ ജ്യേഷ്ഠൻ ആൻഡ് മൈ അമ്മാവൻ ഒഫൻസ് മീ ടു. അപ്പൊ എന്റെ ഏട്ടനെയും അതേപോലെ തന്നെ എന്റെ അമ്മാവനെയും, ഏട്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ശങ്കരമേനോനെയാണ്. അപ്പൊ എന്റെ ഏട്ടനെയും, അതായത് ഏട്ടൻ പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ, ഏട്ടനെയും അതുപോലെ എന്റെ അമ്മാവൻ ഉദ്ദേശിക്കുന്ന കാരണവരെയാണ് കേട്ടോ, പഞ്ചമേനോനെയാണ്. അപ്പൊ അവരെ ആരെ എതിർക്കുന്നതും ഇത് എന്തിനു തുല്യമാണ്? എന്നെ എതിർക്കുന്നതിന് തുല്യമാണ്. എനിവേ, ഡ്രിങ്ക് യുവർ കഞ്ഞി, വി ക്യാൻ ടോക്ക് ആഫ്റ്റർവേർഡ്സ്, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് നൂൺ. ഇപ്പം നീ ഇപ്പം എന്തെങ്കിലും കഞ്ഞി കുടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഉച്ചയ്ക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം നീ കഞ്ഞി കുടിച്ച് പോവാൻ നോക്കും. വൈ ഡു യു ഓൾവേസ് ലീവ് യുവർ ഹെയർ ലൂസ് ലൈക്ക് ദിസ്? എന്താ നീ എപ്പോഴും മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കണേ? കം ഹിയർ, ഐ വിൽ ടൈ ഇറ്റ് അപ്പ് ഫോർ യു. മൈ ഗുഡ്നെസ്, വാട്ട് എ ലോട്ട് ഓഫ് ഹെയർ യു ഹാവ് ലോസ്റ്റ്. അപ്പം എന്താണ്, ഇങ്ങോട്ട് വാ, ഞാൻ കെട്ടിത്തരാം എന്ന് പറയണം. അപ്പം അതിൻ്റെ കൂടെ തന്നെ എന്ന് പറയുന്നത്, പക്ഷേ എത്ര മുടിയാണ് നിനക്ക് പോയിട്ടുള്ളത്? അതായത് ഇവന് അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവനൊരിക്കലും ഇവർ പറഞ്ഞ പോലെ അവരുടെ ജീവിത രീതിയോ ആചാരങ്ങളൊന്നും മറന്ന് ജീവിക്കുന്ന ഒരാളല്ല. ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു ട്രഡീഷൻ്റെ ഭാഗമാണ്. അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് മാധവൻ എന്നുള്ളത് കാണിക്കാനാണ് ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. മാധവൻ, മദർ, ടെൽ മീ, ഷുഡ് ചിന്നൻ ഗെറ്റ് ആൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഓർ നോട്ട്? അപ്പം മാധവൻ അമ്മേനോട് അഭിപ്രായം ചോദിക്കണം. അമ്മ പറ, ചിന്നന് ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കണോ വേണ്ട? പാർവതി അമ്മ, ദാറ്റ് ഈസ് എ മാറ്റർ ഫോർ യുവർ വല്യമ്മാവൻ ടു ഡിസൈഡ്, ഇസ്ന്റ് ഇറ്റ് മൈ ഡിയർ? അതൊക്കെ നിന്റെ വല്യമ്മാവനല്ലേ തീരുമാനിക്കേണ്ടത്. വാട്ട് വുഡ് ഐ നോ അബൌട്ട് സച്ച് തിങ്സ്? എനിക്ക് എന്താ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം. ആഫ്റ്റർ ഓൾ, ഹി ഈസ് ദ വൺ ഹു സപ്പോർട്ട് യുവർ എഡ്യൂക്കേഷൻ, ഹി വിൽ പ്രോബബ്ലി സപ്പോർട്ട് ചിന്നൻസ് ടു. അപ്പോൾ പറയണം, നിന്റെ എഡ്യൂക്കേഷൻ എല്ലാ കാര്യങ്ങളും നോക്കിയ അദ്ദേഹമാണ്, അപ്പോൾ പിന്നെ അദ്ദേഹം ചിന്നന്റെ എഡ്യൂക്കേഷൻ നോക്കുമായിരിക്കും. മാധവൻ, ആൻഡ് വാട്ട് ഇഫ് ഹി ഡസൻ? അങ്ങനെ നോക്കിയില്ലെങ്കിലോ, ചിന്നന്റെ എഡ്യൂക്കേഷൻ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലോ? പാർവതി അമ്മ, ദെൻ ഹി നീഡ് നോട്ട് ബി എഡ്യൂക്കേറ്റഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ അവന് പഠിക്കേണ്ട കാര്യമില്ല. മാധവൻ, ടു ദാറ്റ് ഐ കനോട്ട് എഗ്രി. അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. അതായത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. പാർവതി അമ്മ, ലെറ്റ് മീ ടേക്ക് ദാറ്റ് ഡിഷ് ഐ എം ഗോയിങ് ഇൻ ടു കം അലോങ് സൂൺ ആഫ്റ്റർ യു. അത് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ്. അതായത് ഉച്ചയ്ക്ക് കഴിക്കാൻ വായോ സമയത്തിനെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും പോർഷൻസാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്